ഇത്രയും ബ്രാഞ്ചസ് ഉള്ള നല്ല സൈസായിട്ടുള്ള ഹെവി പ്ലാന്റ്സുകളാണ് നമുക്ക് പർപ്പിൾ കളർ ഫ്ലവറാണ് ഇതിന് വരുന്നത്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിച്ച്മെരി ഗ്രീൻ. നമ്മൾ നേരത്തെ വിച്ച്മെരി ഗോൾഡ് പാം കാണിച്ചു, ഇത് നമ്മുടെ വിച്ച്മെരി ഗ്രീൻ. അപ്പോൾ ഏരിയയുടെ ഹെവി പ്ലാന്റ്സുകൾ ഇനി ചോദിച്ചിട്ട് ആരും എങ്ങോട്ടും പോകണ്ട, നേരെ ഇങ്ങോട്ട് പോകും. ഏകദേശം നിങ്ങൾ തന്നെ പറ, ഏകദേശം എത്ര അടി ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്? ഹായ് ഹലോ, അഭിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ലാൻഡ്സ്കേപ്പിംഗ്, മറക്കണ്ട ഒത്തിരി കളക്ഷൻസ്, വൈൽഡ് കളക്ഷൻസാണ്. നമുക്ക് ഒരുപാട് പ്ലാന്റ്സാണ് നമ്മുടെ നഴ്സറിയിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അഭിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്റർ വിസിറ്റ് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. കൂടാതെ നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആണ്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 365 ഡേയ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഇവിടെ തരുന്നത്. നിങ്ങൾ ഒരു ചെടി എടുത്താൽ പോലും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് മാത്രം ഞങ്ങൾ 10% ഡിസ്കൗണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് 3 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. റീറ്റെയിൽ ഗ്രൂപ്പിൻ്റെ നിലവിൽ 3 വാട്സപ്പ് ഗ്രൂപ്പുള്ളത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. കൂടാതെ റീറ്റെയിലായും ഹോൾസെയിൽ ആയിട്ടുമുള്ള നഴ്സറിയാണ് നമ്മുടെ അഭിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്റർ. നിങ്ങൾക്കറിയാം, ഏകദേശം 100ഓളം റീറ്റെയിൽ നഴ്സറിക്കാർക്ക് നമുക്ക് ഇവിടുന്ന് സപ്ലൈ ഉണ്ട്. കൂടാതെ ഇവിടെ വന്ന് എടുക്കുന്നവരുണ്ട്. കൂടാതെ ആർക്കിടെക്റ്റ്, ബിൽഡേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് വൈൽഡ് കളക്ഷൻസ്, പ്ലാന്റ്സ്, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ലാർജ് സൈസ് വരുന്ന അവന്യൂ ട്രീസ് ആയിക്കോട്ടെ, ഇൻഡോർ പ്ലാന്റ് ആയിക്കോട്ടെ, ഔട്ട്ഡോർ ആയിക്കോട്ടെ, ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഫ്ലവറിങ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും നമ്മുടെ അഭിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് നമ്മുടെ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പ്ലാന്റ്സ് തന്നെ കാണിക്കാം. ടെർമിനേലിയ. നിങ്ങൾക്കറിയാം, ടെർമിനേലിയയിൽ നമുക്ക് ഇന്നുള്ളത് 2 ടൈപ്പാണ്. ഒന്ന് ഗ്രീനും ഉണ്ട്, അതേപോലെ തന്നെ വേരിഗേറ്റഡ് ടെർമിനേലിയ ഉണ്ട്. അപ്പോൾ ടെർമിനേലിയ നമുക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് വേണ്ട ഒരു പ്ലാന്റാണ് ഈ ടെർമിനേലിയ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത് 21 കവർ സൈസിലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 8 to 10 ഫീറ്റോളം പൊക്കമുള്ള 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ഉള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ വലിയ സൈസ്, നമുക്ക് എല്ലാ സൈസും നമ്മളതിൽ അവൈലബിളാണ്. ബേസിക് സൈസ് വരുന്നത് 21 15.60 നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്കില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്കറിയാം, നിങ്ങൾ നമ്മുടെ വീഡിയോ കാണാൻ കാരണം തന്നെ നമ്മുടെ പ്രൈസ് പറയുന്നത് കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി, അതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാ വീഡിയോയിലും പറയലുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മളെല്ലാത്തിൻ്റെയും പ്രൈസ് നമ്മൾ പറയണില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും നമ്മൾ കറക്റ്റ് അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ലോഡ് വരുന്ന പ്ലാന്റ്സിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഇനി മുതൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. പിന്നെ കൂടാതെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ പ്രൈസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് അതിൽ വ്യക്തമായിട്ട് നമ്മൾ പറയേണ്ടത്. അതേ പ്രൈസ് തന്നെയാണ് നമ്മളിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനേലിയ ഗ്രീനിൻ്റെ ബേസിക് സൈസ് വരുന്നത്. നിങ്ങളിതൊന്ന് നോക്കിയാണ്. ഇതിപ്പോൾ ലോഡ് ഇന്നലെയാണ് വന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഇന്നലെ ലോഡ് വന്നത്. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് ഇല കൊഴിഞ്ഞിരിക്കുകയാണ്. ഒരു 4-5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഇല വന്ന് നല്ല അടിപൊളി ചെടിയായിട്ടിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരു ലൈവായിട്ട് നമുക്ക് പറയാം, ഈ ഒരു സൈഡുണ്ട്, അതേപോലെ വേറൊരു സൈഡുണ്ട്. നമുക്കൊരു 50ഓളം പ്ലാന്റാണ് ഇപ്പോൾ ലൈവായിട്ടുള്ളത്. ഇനി ഇതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് നഴ്സറിയിൽ കിട്ടുന്ന ഒരു സൈസാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ടെർമിനേലിയയുടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു സൈസാണ് നമ്മുടെ 30 കവർ സൈസ്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ തിക്നെസ് ഇതൊന്ന് നോക്കിയാണ്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ തിക്നെസ് അതേപോലെ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇത് കണ്ട, ഈ ടെർമിനേലിയുടെ സ്റ്റെമ്മിൻ്റെ സൈസ് ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും നല്ല സൈസുള്ള ട്രങ്ക് വരുന്ന നിയർ സ്റ്റെപ്പായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഏകദേശം 18 ഫീറ്റോളം ഹൈറ്റ് വരുന്നുണ്ട്. 18 to 20 ഫീറ്റ് വരെയുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ്. ഞാനിതാ നിങ്ങൾക്ക് ഒരു വട്ടം കാണിച്ചു തരാം. ഇതെല്ലാം 30 കവർ സൈസിലിരിക്കുന്ന ഏറ്റവും ഹെവി സൈസ് പ്ലാന്റ് ആണ്. ഇതാണ് നമ്മുടെ 18 to 20 ഫീറ്റ് വരുന്ന ടെർമിനേലിയയുടെ ഗ്രീന്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ പ്രൈസ് തന്നെയാണ് നമുക്ക് ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈസ് എല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
അപ്പോൾ അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ പാം വെറൈറ്റീസാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ വിച്ച് മേരി ഗോൾഡ് എന്ന് പറഞ്ഞ പാമാണിത്. ഇത് നമുക്കിപ്പോൾ ഉള്ളത് ബേസിക് സ്റ്റാർട്ടിങ് വരെ നമുക്ക് 18 മുതലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് 21 സൈസാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ 24 കവ് സൈസിലിരിക്കുന്ന വലിയ പ്ലാന്റുകൾ. ഇതിൻ്റെ ഹൈറ്റ് 6 ഫീറ്റ് ട്രങ്ക് വരുന്ന പ്ലാന്റ്, ഏകദേശം ലീഫ് അടക്കം വരുമ്പോൾ ഒരു 10 ഫീറ്റോളം ഹൈറ്റ് വരുന്ന വിച്ച് മേരി ഗോൾഡിൻ്റെ വലിയ സൈസ് പ്ലാന്റാണ് ഇരിക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ സൈസിലിരിക്കുന്ന പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ. നിങ്ങൾക്ക് ഗാർഡൻ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന പ്ലാന്റ്സുകളാണ് ഈ ടെർമിനേലിയ പോലുള്ള വിച്ച് മേരി ഗോൾഡ് പോലുള്ള പ്ലാന്റ്സുകളെല്ലാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം. നമ്മുടെ നഴ്സറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 പ്ലാന്റ് ഒന്നല്ല, ഒരു ഐറ്റം തന്നെ എത്ര വേണമെങ്കിലും. ഇപ്പോൾ ഈ വിച്ച് മേരി ഗോൾഡ് നിങ്ങൾ ഇരിക്കുന്ന ഇതന്നെ ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെ നമുക്കൊരു ഒരു 60ഓളം പ്ലാന്റ് നമുക്ക് ഈ ഒരു ലൈനിലുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത സൈസ് വന്ന ഒരു 25 പ്ലാന്റോളം ഇവിടെ ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അതാണ് നമ്മൾ എപ്പോഴും പറയൽ. സെയിം നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ അതേ പ്രൈസ് തന്നെയാണ് നമ്മൾ ആ സൈസിനും കൊടുക്കുന്നത്. അതിൻ്റെ അടുത്ത സൈസ് നിങ്ങൾക്കറിയാം, എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വരുന്നത് നമ്മുടെ ടെർമിനേലിയ വെരിഗേറ്റഡ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഗ്രീനിനേക്കാളും കൂടുതൽ മാർക്കറ്റുള്ളത് ടെർമിനേലിയ വെരിഗേറ്റഡിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫിൻ്റെ ഭംഗി അത് തന്നെയാണ് ഒരു പ്രത്യേകത. പിന്നെ വളരെ സ്ലോ ഗ്രോത്താണ്. അതാണ് ഈ ടെർമിനേലിയ വെരിഗേറ്റഡും ടെർമിനേലിയ ഗ്രീനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് വരുന്നത് എപ്പോഴും ടെർമിനേലിയ വെരിഗേറ്റഡ്. കാരണം ഒരു സ്റ്റെപ്പ് വിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പൊക്കെ വിരിഞ്ഞ് കൊണ്ട് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 1.5 ഇയേഴ്സാണ് വേണ്ടത്. അപ്പോൾ 1.5 വർഷത്തോളം എടുത്തിട്ടാണ് ഒരു സ്റ്റെപ്പ് വിരിഞ്ഞത്. അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഒരു 1 ഇയർ, ഒരു 8 അങ്ങനെ ഗ്രീൻ ആണെങ്കിൽ പെട്ടെന്ന് വളർച്ച കിട്ടും. പക്ഷേ ടെർമിനേലിയ വെരിഗേറ്റഡ് എപ്പോഴും വളർച്ച വളരെ സ്ലോ ഗ്രോത്താണ്. പക്ഷേ ലുക്കിംഗ് വൈസ് അത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടി ആക്കുന്നത് എപ്പോഴും നമ്മുടെ വെരിഗേറ്റഡ് തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാൻ, നമ്മുടെ ആൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ ഗ്രീൻ ഉണ്ടെങ്കിൽ പോലും വെരിഗേറ്റഡിൻ്റെ വലിയ സൈസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ്. പക്ഷേ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ 8 ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റുകൾ നമ്മുടെ അതേ സെയിം പ്രൈസ് തന്നെയാണ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ പ്രൈസ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് നമ്മൾ വീണ്ടും പറയണം നിങ്ങളോട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് അതുണ്ട്, അതേ പ്രൈസ് തന്നെയാണ് നമ്മളിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 8 അടിയോളം ഹൈറ്റ് വരുന്ന ഏകദേശം നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സൈസ് ഇനി നമുക്കൊരു 8,000 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് ആണ് ടെർമിനേലിയ വെരിഗേറ്റഡ്. അപ്പോൾ 8,000 മുതൽ അങ്ങോട്ട് പല സൈസിലുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയി, ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് താഴെയുള്ള ഒരു 5,500 മുതൽക്ക് നമ്മളതിൽ സ്റ്റോക്കുള്ള പ്ലാന്റുകൾ, പക്ഷേ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കില്ല, ഉടൻ തന്നെ നമ്മുടെ നഴ്സറിൽ വരും. അപ്പോൾ ഈ കാണുന്നതെല്ലാം ടെർമിനേലിയ ക്വാണ്ടിറ്റി ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ട്, 50-60 പ്ലാന്റ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. ഇതാണ് അശോക. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബൊട്ടാനിക്കൽ നെയിമിൽ മൂൺ ലോങ്ങിഫോളിയ എന്ന് പേരിൽ അറിയപ്പെടുന്ന, ബൊട്ടാനിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഒരു ട്രീ ആണ്, അവന്യൂ ട്രീ ആണ് നമ്മുടെ ഈ അശോക എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ അശോക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഈറ്റ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല, ഈറ്റ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അശോകയാണ്. അശോകൻ്റെ ഹെവി സൈസ് പ്ലാന്റ്, ഏകദേശം 10 ഫീറ്റ് ഓളം ഹൈറ്റ് വരുന്ന വലിയ പ്ലാന്റുകൾ. ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇവിടെ വന്ന് തരാം. ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി നമ്മുടെ നഴ്സറിലുണ്ട്. നമ്മുടെ എത്രയും നമുക്കൊരു സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്, ലാൻഡ്സ്കേപ്പിൽ നമ്മുടെ ഒരു സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റുകളൊക്കെ വേണ്ടവർ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മുടെ നഴ്സറിലുണ്ട്. ഇനി അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ ഫോക്സ്റ്റൈൽ പാം. നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ വില്ല പ്രൊജക്റ്റുകൾ, അതേപോലെ റിസോർട്ടുകൾ, അതിനൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ കൊണ്ടുപോകുന്നത്. ഫോക്സ്റ്റൈൽ പാമ്പിൻ്റെ പലരും ചോദിച്ചു നല്ല സൈസ് പ്ലാന്റ്സുകൾ കിട്ടുമെന്ന്. നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകൾ, ഏകദേശം 25 കവർ സൈസ് വരുന്ന പ്ലാന്റുകളുടെ നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ സൈസ് നോക്കിക്കോളൂ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത്രയും വളരെ ബിഗ് സൈസ് ട്രങ്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. എന്താ ഇത് ഇരിക്കുന്നതെല്ലാം നമുക്ക് ബിഗ് സൈസ് പ്ലാന്റുകളാണ്. ഇനി ഫ്രണ്ടിലും ഉണ്ട്, നമ്മുടെ നഴ്സറിയിലെ ഫ്രണ്ടിൽ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 15 to 18 ഫീറ്റോളം ഹൈറ്റ് വരുന്നുണ്ട്. ട്രങ്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 ഫീറ്റോളം ട്രങ്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലീഫ് വരുമ്പോൾ ഏകദേശം 15 ഫീറ്റ് 18 ഫീറ്റോളം ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സൈസായിട്ടുള്ള പ്ലാന്റുകൾ വലിയ പ്രൊജക്റ്റുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മുടെ നഴ്സറിയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ വന്ന ലോഡുകളാണ്. ഇനി ഇതിൻ്റെ കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് നമുക്കൊരു 350 മുതൽ സ്റ്റാർട്ടിങ് വരുന്ന വലിയ പ്ലാന്റുകൾ, അതും സൈസുള്ള പ്ലാന്റ്. ഇത് കണ്ടില്ലേ, ഒരു 7 8 അടിയോ 9 അടിയൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ 350 മുതൽ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു മിഡിൽ ആവറേജിൽ വരുന്ന പ്ലാന്റുകൾ ഏതൊരു 15 16 ഒക്കെ സൈസ് വരുന്ന അടുത്ത സൈസ് ഇതാ. അങ്ങനെ തുടങ്ങി 4 സൈസിൽ നമുക്ക് നമ്മുടെ നഴ്സറിൽ ഫോക്സ്ടെയിൽ പാം അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇന്ന് നഴ്സറികളിൽ ഇത്രയും സൈസുള്ള പ്ലാന്റുകൾ കിട്ടാനില്ല. നിങ്ങൾക്കറിയാം, ഇതിന് ഇന്ന് വളരെ കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഇന്ത്യൻ ആൽമണ്ട്, അഥവാ നമ്മുടെ ബദാമിൻ്റെ പ്ലാന്റ് എന്നൊക്കെ പറയും. നമ്മൾ ഈ തല്ലി പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഷെയ്ഡഡ് ട്രീ ആണ്. അവന്യൂ ട്രീസിൽ തന്നെ പെട്ട ഷെയ്ഡഡ് ട്രീസുകളാണ് ഈ കാണുന്നതെല്ലാം. ഒരുപാട് ഇതിൻ്റെ ടെർമിനേലിയ പോലെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പം ഇതിനെ മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വന്ന് ഇതേപോലെയാണ് ഇത് വരുന്നത്. ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളുടെ ഫ്രണ്ടിൽ ഒന്നാമത്തെ മെയിൻ കാര്യം, റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പാർക്കിംഗ് അല്ലെ കോളേജുകളിൽ പാർക്കിംഗ് സൈഡിൽ, അതേപോലെ തന്നെ റോഡ് സൈഡിൽ, ഇതിലൊക്കെ വെക്കാൻ പറ്റിയ ഏറ്റവും ഷെയ്ഡഡ് ട്രീസിൽ പെട്ട ഏറ്റവും ടോപ്പ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഇന്ത്യൻ ആൽമണ്ട് എന്ന് പറഞ്ഞതിൻ്റെ 25 കൗട്ട് സൈസ് ഹെവി പ്ലാന്റുകൾ ചീപ്പ് റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാൻ. നിങ്ങളൊന്ന് നോക്കിക്കാണ് ഇങ്ങോട്ട്, നമ്മുടെ പോങ് പ്ലാന്റ് കഴിഞ്ഞ ലോഡ് വന്നപ്പോൾ ഫസ്റ്റ് തീർന്ന പ്ലൂമേരിയനേക്കായി മുമ്പ് കഴിഞ്ഞ പ്ലാന്റാണ് ഈ പോങ് എന്ന് പറഞ്ഞത്. പോങ്ങിൻ്റെ സൈസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ സൈസ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇത്രയും ബ്രാഞ്ചസ് ഉള്ള നല്ല സൈസായിട്ടുള്ള ഹെവി പ്ലാന്റ്സുകളാണ് നമുക്ക് പോങ്ങിൻ്റെ വന്നിട്ടുള്ളത്. നമുക്ക് പ്ലുമേരിയയുടെ ഏകദേശം പ്ലുമേരിയനോട് ആ ഒരു ഫാമിലിപ്പെട്ട സാമ്യമുള്ള പ്ലാന്റാണ് ഈ പോങ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ലീഫ് തന്നെയാണ്. ഈ ഒരു ഡാർക്ക് കളർ ലീഫ് തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. നന്നായിട്ട് നല്ല ബ്രാഞ്ചസ് ആയിട്ട് പ്ലുമേരിയ പോലെ തന്നെ വിരിഞ്ഞ് നിൽക്കുന്ന, നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മുടെ പോങ്. ഹെവി പ്ലാന്റുകൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10 ഫീറ്റോളം ഹൈറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് കാണാൻ പറ്റും. ഇത്രയും വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലജസ്ട്രോമിയ സ്പെഷ്യൂസ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നമ്മൾ കോമൺ ആയിട്ട് പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അങ്ങനെ ലജസ്ട്രോമിയയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ലജസ്ട്രോമിയ ഇൻഡിക്ക ഉണ്ട്, അതേപോലെ തന്നെ ലജസ്ട്രോമിയയുടെ ഈ സ്പെഷ്യൂസ, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട് നമുക്ക് ലജസ്ട്രോമിയ ഫാമിലിയിൽ. അപ്പോൾ ഇത് ലജസ്ട്രോമിയയുടെ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പർപ്പിൾ കളർ ഫ്ലവറാണ് ഇതിന് വരുന്നത്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഇതിൻ്റെ ഇതിൻ്റെ ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കുകയാണ്. ട്രങ്ക് നിങ്ങൾ കണ്ടില്ലേ, നല്ല വെൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ട്രങ്കാണ്. 25 കവർ സൈസാണ്. ബ്രാഞ്ചസ് നിങ്ങൾ നോക്കുക, ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റാണ്. അപ്പോൾ അത്യാവശ്യം കൊണ്ടുവച്ച പാടെ തന്നെ നല്ല തണലായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്കുള്ളത്. ഹെവി പ്ലാന്റ്സുകളും നമുക്കൊരു 10-15ഓളം പ്ലാന്റ് ലജസ്ട്രോമിയയുടെ വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അവന്യൂ പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നതെല്ലാം. അപ്പോൾ ഇനി നമുക്ക് പ്ലൂമേരിയയിലോട്ട് കിടക്കാം. പ്ലൂമേരിയ നിങ്ങൾക്കറിയാം, നല്ല ഒരു സെമി ഷെയ്ഡ് സ്ഥലങ്ങളിലും അതേപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലും നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലൂമേരിയ എന്ന് പറഞ്ഞത്. പ്ലൂമേരിയയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ നഴ്സറിയിൽ കണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു പ്ലൂമേരിയ അമേരിക്കൻ ഡോർഫ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അമേരിക്കൻ ഡോർഫ് വൈറ്റ് ഉണ്ട്, അതേപോലെ പ്ലൂമേരിയ ആൽബ ഉണ്ട്, പ്ലൂമേരിയ റൂബ്ര ഉണ്ട്, അതേപോലെ പ്ലൂമേരിയയുടെ പുടിക്കുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പ്ലൂമേരിയയിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് 21 കവർ സൈസിലിരിക്കുന്ന പ്ലൂമേരിയ ഡോർഫിൻ്റെ പിങ്ക് കളർ, അമേരിക്കൻ ഡോർഫിൻ്റെ പിങ്ക് കളറിൻ്റെ ഈ സൈസാണ് നമുക്ക് ബേസിക് വരുന്നത്. നമ്മളതിൽ ഇതാണ് സ്റ്റാർട്ടിങ് സൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലൂമേരിയയിലെ അമേരിക്കൻ ഡോർഫ് വൈറ്റ് വെറൈറ്റിയാണിത്. ഇത് ആൽബല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽബ നല്ല ടോളായിട്ട് പോണ വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല ബ്രാഞ്ചസായി ഓവർ ഹൈറ്റിൽ പോകാത്തൊരു പ്ലാന്റാണ്. നമ്മുടെ നല്ല ഭംഗിയിൽ വരുന്നൊരു പ്ലാന്റാണ് പ്ലൂമേരിയ പിങ്ക് ഡോർഫും അതേപോലെ തന്നെ വൈറ്റ് ഡോർഫും. പിങ്ക് ഡോർഫ് എപ്പോഴും ഹൈറ്റ് വളരെ സ്ലോ ഗ്രോത്ത് ആവും. നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇത് ലോഡ് വന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത്. ഒരാഴ്ച ഒന്ന് വെള്ളമൊക്കെ കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞാലാണ് പ്ലാന്റ് ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നല്ല ഹൈറ്റുള്ള പ്ലാന്റ്സുകളും അതേപോലെ തന്നെ ഇതൊരു മീഡിയം സൈസ് പ്ലാന്റുകളാണ്. ഹൈറ്റാണ് ഈ പ്ലൂമേരിയ പിങ്കിന് വരുന്നത്. വൈറ്റിന് നല്ല സൈസാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, ഇത്രയും സൈസായിട്ടുള്ള വലിയ പ്ലാന്റുകൾ 21 കവർ സൈസിലിരിക്കുന്ന ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ റൂബ്ര ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ആൽബ ഉണ്ട്,
അപ്പോൾ ഗൈസ് ഇതൊന്ന് നോക്കിക്കുക, ഇതാണ് നമ്മുടെ പ്ലൂമേരിയയുടെ പൊടിക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിൻ്റെ ഫ്ലവർ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിട്ടാണ്. ഇത് കണ്ടില്ല, ഇത്ര നല്ല ട്രെയിൻ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. 18 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ. കണ്ട നല്ല സൈസായിട്ടുള്ള പ്ലാന്റുകളാണ്, ഫുൾ ഫ്ലവറായിട്ട് നിൽക്കുന്ന. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ ട്രോപ്പിക്കലിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റിയാണ് നമ്മുടെ പ്ലൂമേരിയയുടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെറൈറ്റികളെല്ലാം. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അരേക്ക ലൂട്രൻസ്, അഥവാ ബൊട്ടാനിക്കൽ നെയിമിൽ എനിക്ക് തോന്നുന്നു ആർക്കിടെക്റ്റൊക്കെ എഴുതുന്നത് ക്രിസാലിഡോ ലൂട്രൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ ബൊട്ടാനിക്കൽ നെയിം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ലിസ്റ്റ് വരുമ്പോൾ കംപ്ലീറ്റ് ബൊട്ടാനിക്കൽ നെയിമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി. നമുക്ക് ആൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരുവിധം പ്ലാന്റ്സിൻ്റെ എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്റ്റാഫായാലും ആരായാലും നമുക്ക് ഒരുവിധം അറിയുന്നതാണ് എല്ലാ പ്ലാന്റ്സിൻ്റെയും. അപ്പോൾ നിങ്ങൾ ഇത് അയച്ച നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് അയക്കാം. അത് നമ്മൾ അതിൻ്റെ പ്ലാന്റ് ഏതാണെന്നുള്ളതിൻ്റെ പിക്ചർ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഇത് നമ്മുടെ അരേക്ക പാം, നമ്മുടെ കോമൺ ആയിട്ട് പറയുന്ന പേര്. 21 കവർ സൈസ് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിക്കോളൂ. ഇതാണ് ഇത്രയും സൈസായിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ നമ്മൾ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബഞ്ചായിട്ട് നമുക്കൊരു ഫോറസ്റ്റ് ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ട്രങ്ക് വരുന്ന അതേപോലെ നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ്, ഹെവി പ്ലാന്റുകളാണ്. 21 കവർ സൈസിലേക്കുന്ന പ്ലാന്റാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അവന്യൂ ട്രീയിൽ പെട്ട ബഹൂനിയയുടെ നമ്മളതിലുള്ളത്. ഇത് മലയാളത്തിൽ മന്ദാരം. അപ്പോൾ അത് പറയുമ്പോഴാവും ചിലർക്കൊക്കെ അറിയാം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ലാൻഡ്സ്കേപ്പിൽ ലജസ്ട്രോമിയ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ബഹൂനിയ. കാരണം നമുക്കിവിടെ എത്ര പ്ലാന്റ് വന്നു കഴിഞ്ഞാലും ആർക്കിടെക്ട്സൊക്കെ കൂടുതൽ ഞാൻ അവരെ ലിസ്റ്റിൽ കണ്ടിട്ടുള്ളത് ഈ ബഹൂനിയും ലജസ്ട്രോമിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ബഹൂനിയുടെ ഹൈറ്റ് 15 ഫീറ്റ് ഹൈറ്റ്, 25 കവർ സൈസിലിരിക്കുന്ന ഹെവി പ്ലാന്റുകളാണ് ഉള്ളത്. 21 കവർ സൈസും അവൈലബിൾ ആണ്. ഇതാണ് നമ്മളുള്ള മാക്സിമം പ്ലാന്റ് ഹൈറ്റ് സൈസ് വരുന്ന പ്ലാന്റുകൾ ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല ഇതിൻ്റെ ഫ്ലവർ എനിക്ക് തോന്നുന്നത് നമ്മൾ വയലറ്റും ഉണ്ട്, ഇവിടെ വൈറ്റും ഉണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഫ്ലവർ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വയലറ്റും വൈറ്റുമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക ബഹൂനിയയിൽ. പിന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി പരിചയപ്പെടുത്താം. നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് ടെയിലായിരുന്നു മെയിൻ. ഇപ്പോൾ നേരെ എല്ലാവരും ഉൾട്ടായി നമ്മുടെ റോയൽ പാമ്പിലേക്ക് തിരിഞ്ഞു. ആദ്യം റോയൽ പാമ്പിനോട് എല്ലാവർക്കും ഒരു മടിപ്പായിരുന്നു. ഇപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റാണ് റോയൽ പാമ്പ്. കാരണം എന്താ വെച്ചാൽ റോയൽ പാമ്പിൻ്റെ ഭംഗി, അതിൻ്റെ ആ ട്രങ്കിൻ്റെ ഭംഗി, അതായത് ഈ ഇപ്പോൾ കാണുന്ന ഒരു ഭംഗിയല്ല കേട്ടോ. ഇത് കുറച്ചുകൊണ്ട് വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു നല്ലൊരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ട്രങ്കാണ് റോയൽ പാമ്പിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഒരു വാക്ക്വേൽ നമുക്ക് എൻട്രൻസിൽ കയറി വരുന്നിടത്ത് കൊടുക്കാനും, അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിങ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഈ റോയൽ പാം എന്ന് പറഞ്ഞത്. അപ്പോൾ റോയൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു റിച്ച്നെസ് തന്നെ നമുക്ക് ഈ ഒരു റോയൽ പാമ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫോക്സ് ടെയിലും ഭംഗി കൂടുതൽ എപ്പോഴും റോയൽ പാമാണ്. അപ്പോൾ ഇതിൻ്റെ ഹെവി സൈസ്, ഇതിൻ്റെ ട്രങ്ക് നിങ്ങൾ നോക്കിക്കാണ്, ഇതിൻ്റെ സൈസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതുണ്ടോ, അത്രയും നല്ല വലിയ ട്രങ്കുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ പുറകിലിരിക്കുന്നത്. ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നാളെ തന്നെ കുറേ പ്ലാന്റുകൾ നമുക്ക് ഇവിടുന്ന് ലോഡ് കയറി പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ബാനിയൻ ട്രീ ആണ് കേട്ടോ ഇരിക്കുന്നത്. ബാനിയൻ ട്രീൻ്റെ 30 കവർ സൈസിലിരിക്കുന്ന ഹെവി പ്ലാന്റുകൾ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. ബാനിയൻ ട്രീ വേണ്ടിയവരാ ചോദിച്ചോളൂ. അതേപോലെ തന്നെ മിംസോപ്പ് എലങ്കിയുടെ ഒരുപാട് 30 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ ലാത്തി ബാമ്പു അല്ല, ഇത് നമ്മുടെ പെയിൻറ്റിംഗ് ബാമ്പു അല്ല, നമ്മുടെ പെൻസിൽ ബാമ്പു അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, പലവർക്കും മാറിപ്പോണതാണ്. ഇതാണ് നമ്മുടെ ന്യൂ ജപ്പാനീസ് ബാമ്പ്. ന്യൂ ബാമ്പു ആണ്, ജപ്പാനീസിൻ്റെ വെറൈറ്റിയാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ബാമ്പൂസ് യൂസ് ചെയ്യുന്നത് ആൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബാമ്പൂസാണ്. ഇതിൻ്റെ ഇതിന് മുള്ളില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുമല്ല, സ്റ്റെമ്മിൻ്റെ നമ്മുടെ ഗോൾഡൻ ബാമ്പൂൻ്റെ അതേ സ്റ്റെം, പക്ഷേ ഗോൾഡൻ കളറുള്ള ഫുൾ ഗ്രീൻ കളറാണ് ഇതിൻ്റെ സ്റ്റെമ്മിന് വരുന്നത്. നല്ല ബഞ്ചായിട്ടുള്ള ഹെവി പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളിൽ സ്റ്റോക്ക് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത്രയും സൈസായിട്ടുള്ള 30 അതായത് ഒരു 3-4 പേര് പൊക്കിയാൽ മാത്രം കിട്ടുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ അടുത്ത സൈസും നമ്മളതിൽ അവൈലബിൾ, അതായത് ഇതിൻ്റെ താഴോട്ടുള്ള സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 2500 തൊട്ടിട്ടുള്ള പ്ലാന്റ്സ്, പുതിയ 10 അടിയോളം പൊക്കമുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഏറ്റവും വലിയ സൈസ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ
ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പുതിയ ട്രെൻഡായി വരുന്ന പ്ലാന്റുകൾ മാക്സിമം നമ്മുടെ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നമുക്ക് കൂടുതലും നമ്മൾ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാതെ കുറേ അവന്യൂ പ്ലാന്റ്സുകൾ നമ്മൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്ന നല്ല വെറൈറ്റി ബാമ്പുകൾ, പിന്നെ നമ്മുടെ ബോട്ടിൽ ബ്രഷ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇതാണ് നമ്മുടെ ബോട്ടിൽ ബ്രഷ് കേട്ടോ. ഇത് റെഡാണ് കേട്ടോ ബോട്ടിൽ ബ്രഷിൻ്റെ. നന്നായിട്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ലാൻഡ്സ്കേപ്പിൽ നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു ഐറ്റാണ് ബോട്ടിൽ ബ്രഷ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ബോട്ടിൽ ബ്രഷിൻ്റെ 21 കവർ സൈസിലിരിക്കുന്ന ഒരു 9 ഫീറ്റ് ഹൈറ്റ് വരുന്ന ഒരുപാട് സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പ്രൈസ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും ഓരോന്നിൻ്റെ പ്രൈസും നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പ്രൈസ് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാത്തിലും നമ്മൾ പ്രൈസ് പറഞ്ഞു പോകുന്നില്ല, എല്ലാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുന്നത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മുരായിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളതിലിപ്പോൾ ഉള്ള ഏറ്റവും വലിയ സൈസിൽ വരുന്ന മുറായ എന്ന് പറഞ്ഞപ്പോൾ ഈ സൈസാണുള്ളത്. ഇതിൻ്റെ കവർ സൈസ് വരുന്നത് 18 കവർ സൈസിലാണ്. അപ്പോൾ ഇതൊരു പ്ലാന്റിൻ്റെ സൈസ് ഇത് കണ്ടില്ല, നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആട്ടോ. ഈ ഒരൊറ്റ പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൈസ് 8-10 കവർ തൊട്ടിട്ട് 13 ഉണ്ട്, 18 ഉണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ബോർഡർ ഹെഡ്ജൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റ് നമ്മുടെ മുരായ ഡോർഫ് തന്നെയാണ്. ഇത് ഡോർഫ് വെറൈറ്റിയാണ്. ഇതിൽ ടോൾ വെറൈറ്റിയും ഉണ്ട്. ടോൾ വെറൈറ്റി നമ്മളതിൽ സ്റ്റോക്കില്ല. ഇത് ഡോർഫ് വെറൈറ്റി 18 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല. അപ്പോൾ വീണ്ടും നമുക്ക് ബാമ്പുലോട്ട് തന്നെ കിടക്കാം. ഇതാണ് നമ്മുടെ പെയിൻറ്റിങ് ബാമ്പു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കില്ല, നമ്മൾ പെയിൻറ്റിങ് ബാമ്പുൻ്റെ ലീഫും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. ഇതിൻ്റെ ലീഫും തമ്മിലൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കണ്ടില്ലേ. ഇതിന് കുറച്ചുകൂടി വീതി കൂടുതലാണ് ലീഫിന്. പിന്നെ അതേപോലെ ഇത് വളരെ തിന്നായിട്ടുള്ള ലീഫാണ് ഈ പെയിൻറ്റിങ് ബാമ്പിന് വരിക. പിന്നെ അതുപോലെ സ്റ്റെമ്മിന് ഇത്ര കനം വരില്ല പെയിൻറ്റിങ് ബാമ്പിന്. നമ്മൾക്ക് ഇതിൻ്റെ അതായത് ഷൂട്ട് വരുന്ന സമയത്ത് തന്നെ മാക്സിമം ഇപ്പോൾ ഇത്ര സൈസായിട്ട് പോലും സ്റ്റെമ്മിൻ്റെ തിക്നെസ് പറഞ്ഞ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ തിക്നെസ് കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല സൈസായിട്ട് തന്നെയാണ്, പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന പ്ലാന്റാണ് ഈ ജാപ്പാനീസ് ബാമ്പു എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് സ്ക്രീനിങ്ങിന് പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ലാൻഡ്സ്കേപ്പിൽ സ്ക്രീനിങ്ങിന് പറ്റിയ പ്ലാന്റാണ് നമ്മുടെ പെയിൻറ്റിങ് ബാമ്പു, അതേപോലെ തന്നെ ഗോൾഡൻ ബാമ്പു, ബ്ലാക്ക് ബാമ്പു, ജാപ്പാനീസ് ന്യൂ ബാമ്പു. ഈ 4 ബാമ്പു നിങ്ങൾ ഓർത്തിരിക്കുക. ബാമ്പുവിൻ്റെ വെറൈറ്റീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി അടുത്തൊരു വെറൈറ്റീസ് ഞാൻ കാണിക്കും. ഇത് നമ്മുടെ ഹെവി പ്ലാന്റ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്, ലാർജ് സൈസിലുള്ള പ്ലാന്റ്. ഇതാണ് നമുക്കിപ്പോൾ നമ്മളതിലുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞത്, ഹെവി പ്ലാന്റുകൾ പെയിൻറ്റിങ് ബാമ്പുവിൻ്റെ. ഇനി ഇതാണ് നമ്മുടെ ഈ ഇരിക്കുന്ന ഇതിൻ്റെ ട്രങ്ക് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇങ്ങോട്ടൊന്ന് വന്ന് ഇത് കണ്ട, ഇതാണ് നമ്മുടെ ബുദ്ധ ബാമ്പു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബുദ്ധ ബാമ്പു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വേര് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ ഈ ബുദ്ധ ബാമ്പു എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു നമുക്കൊരു വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ മെയിൻ നമ്മുടെ കോമ്പൗണ്ടിൽ വെക്കാതെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർത്ത് വെക്കാതെ കുറച്ച് അകന്നോ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബുദ്ധ ബാമ്പു എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭംഗി കൊണ്ട് മാത്രമാണ് ആളുകൾ ഇത് വെക്കുന്നത്. കണ്ടില്ലേ, ഇതിനൊരു പ്രത്യേകതരം ഷേപ്പാണ് ഇതിൻ്റെ സ്റ്റെമ്മിന്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും വലിയ സൈസ് വരുന്ന ഇതാണ് നമ്മളതിൽ. ഇനി അതിൻ്റെ താഴെയുള്ള സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നതാണ് ബുദ്ധ ബാമ്പുവിൻ്റെ അടുത്ത ഇതിൽ കുറഞ്ഞ സൈസ് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പാണ്ട ഫൈക്കസ് പാണ്ട എന്നറിയപ്പെടുന്ന ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഗ്രീൻ വെറൈറ്റി ഉണ്ട്, ലീഫ് ചേഞ്ച് ആവുന്ന ഗോൾഡൻ കളറിലോട്ട് ചേഞ്ച് ആവുന്ന പ്ലാന്റും ഉണ്ട്. ഇത് ഗോൾഡിലോട്ട് ചേഞ്ച് ആവുന്ന യെല്ലോ ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം 250 റുപ്പീസ് മുതലാണ് നമ്മുടെ ഫൈക്കസ് പാണ്ടയുടെ വെറൈറ്റീസ് വരുന്നത്. നിങ്ങൾക്ക് ഫൈക്കസ് പാണ്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറായ ഡോർഫ് പോലെ തന്നെ നമുക്ക് ഹെഡ്ജിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ FRP പോട്ടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോണിൽ ഇൻഡിവിജ്വലായിട്ട്, അതായത് ഒരു കോർണറിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയ പ്ലാന്റാണ് ഈ ഫൈക്കസ് പാണ്ട എന്ന് പറഞ്ഞത്. ഇതാണ് ഹെവി സൈസ് പ്ലാന്റ്. ഇതിൻ്റെ 21 ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫൈക്കസ് ബെഞ്ചമിന ഫൈക്കസ് അഥവാ കോമൺ ആയിട്ട് ബ്ലാക്ക് ഫൈക്കസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യാം. ഹെവി, അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ട ഒരു 3 ദിവസം കൊണ്ടാണ് നമ്മുടെ ഹെവി പ്ലാന്റ്സുകൾ, ഇതിൻ്റെ ഹെവി പ്ലാന്റ്സുകൾ നമുക്ക് ഇവിടുന്ന് സോൾഡ് ഔട്ട് ആയപ്പോൾ പുതിയ സ്റ്റോക്ക് നമ്മൾ വീണ്ടും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 15x16 വരുന്ന പ്ലാന്റ്. ഇത് കണ്ടോ, ഇത്രയും സൈസായിട്ടുള്ള എൻ്റെ പൊക്കമുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് സൈസ് വരുന്നത്. ഇനി ഈ കാണുന്നതെല്ലാം ബ്ലാക്ക് ഫൈക്കസിൻ്റെ സൈസായ പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ ഫൈക്കസ് പാണ്ട നമ്മൾ നേരത്തെ കാണിച്ചു, അതിൻ്റെ 21 കവർ സൈസിലിരിക്കുന്ന ഒരു 4.5 ഫീറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ.
അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൈക്കസ് ബ്ലാക്ക്, ബെഞ്ചമിന ഫൈക്കസിൻ്റെ 21 കവർ സൈസിൽ വരുന്ന ഒരു 6 ഫീറ്റ് ഹൈറ്റ് വരുന്ന വലിയ പ്ലാന്റുകൾ, അത്യാവശ്യം നല്ല ട്രങ്കുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് നമ്മുടെ അരേക്കൽ വുഡ്ലാൻഡ്സിൻ്റെ 15x16 പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അരേക്കയുടെ. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തരാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ റെഡ് പാമിൻ്റെ 21 കവർ സൈസ്. ഇതിൻ്റെ നമുക്ക് 15x16, 8x10 പല സൈസിൽ 25 ഏതുവാണെങ്കിലും നമുക്ക് ഹെവി സൈസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് തരാൻ പറ്റും. അതെല്ലാം നമ്മുടെ നഴ്സറിയിൽ നമ്മുടെ ഫാമിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് റെഡ് പാമിൻ്റെ 21 കവർ സൈസ്, ഒരു 7 ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിച്ച്മെരി ഗ്രീൻ. നമ്മൾ നേരത്തെ വിച്ച്മെരി ഗോൾഡ് പാം കാണിച്ചു. ഇത് നമ്മുടെ വിച്ച്മെരി ഗ്രീൻ. അപ്പോൾ വിച്ച്മെരി ഗോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെമ്മ് ഗോൾഡൻ കളറും അതേപോലെ തന്നെ അതേ കളർ തന്നെയാണ് നമ്മുടെ ലീഫിന് വരുന്നത്. ഇത് ഗ്രീൻ ആവുമ്പോൾ സ്റ്റെമ്മിന് അതേപോലെ ഗ്രീൻ കളറും ഇതേപോലെ പച്ചയായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം വിച്ച്മെരി ഗ്രീനിൻ്റെ സ്റ്റോക്കാണ്. നമുക്ക് ഇന്നലെ 40 പ്ലാന്റ്സാണ് ഹെവി പ്ലാന്റുകൾ വന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളത് നമ്മൾ എടയാറിലോട്ട് ഒരു കമ്പനിയിലോട്ട്, പുതിയൊരു തുടങ്ങുന്ന കമ്പനിയിലോട്ട് നമ്മൾ 40 പ്ലാന്റ്സും പുള്ളിക്കാരൻ തന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോയി. അത് ലോഡ് ചെയ്യണത് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സുകളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നത്. അത് കംപ്ലീറ്റ് പുള്ളി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ നല്ല പ്ലാന്റ്സുകളാണ് ഈ വിച്ച്മെരി ഗ്രീൻ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഗോൾഡൻ ബാമ്പു നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ നമ്മുടെ ഗോൾഡൻ ബാമ്പുവിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആളുകളാണ് നമുക്ക് എൻക്വയറി ചെയ്തത്. അത് ഒരുപാട് പ്ലാന്റ്സുകൾ, അതായത് ബേസിക് പ്ലാന്റ് മുതൽ വലിയ പ്ലാന്റുകളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ കൊണ്ടുപോയി ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ലോഡ് കയറ്റാണ്ട് ഗോൾഡൻ ബാമ്പുവിൻ്റെ. ഇത് കണ്ടില്ല നിങ്ങൾ, ഹെവി സൈസ്. ഏകദേശം നിങ്ങൾ തന്നെ പറ, ഏകദേശം എത്ര അടി ഹൈറ്റുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ ഇരിക്കുന്നത്? 15 ഫീറ്റുള്ള ഹൈറ്റ് വരുന്ന 21 കവർ സൈസിൽ ഒരു 4-5 ഷൂട്ട്. അതായത് ഇത്രയും നല്ല കടവണ്ണുള്ള പ്ലാന്റുകൾ കേട്ടോ, വലിയ പ്ലാന്റുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇനി അത് വേണ്ടാത്തവർക്ക് നേരെ ഇങ്ങോട്ട് വരിക. അതിൻ്റെ മിഡിലുള്ളതുണ്ട്, അതിൻ്റെ താഴെ ഉണ്ട്. ബേസിക് പ്ലാന്റ് പറഞ്ഞാൽ നമുക്കൊരു 4 to 5 ഫീറ്റ് വരുന്ന പ്ലാന്റ്. ഇതൊക്കെ വളരെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും നമുക്ക് തരാം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ റെഡർ മാച്ചറ അഥവാ ബേബി ചൈന ഡോൾ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ സൈസ് 18 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഗ്രോത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ട ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ്, എൻ്റെ പൊക്കമുള്ള പ്ലാന്റുകളാണ്. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നിങ്ങൾ സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിൻ്റെ പുറകിലുണ്ട്. അതേപോലെ തന്നെ അതവിടെ എനിക്ക് തോന്നുന്നു ഒരു 75-80 പ്ലാന്റ് ഇതേ സൈസിലുള്ള ഒരേ സൈസിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ലൈവായിട്ട് സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ അടുത്ത സൈസ് വരുന്ന നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സൈസുകളും നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. റാഫിസ് എക്സെൽസ അഥവാ നമ്മുടെ കോമൺ ആയിട്ട് ഫിംഗർ പാം എന്ന് പറയുന്ന പ്ലാന്റാണ്. കൂടുതലും ഇപ്പോൾ ഫിംഗർ പാമിൻ്റെ വലിയ സൈസ് വരുന്നില്ല, ചെറിയ സൈസ് കിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു എൻ്റെ പൊക്കമുള്ള പ്ലാന്റുകൾ 21 കവർ സൈസിലിരുന്ന ഹെവി പ്ലാന്റ്സ്, ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഫിംഗർ പാമിൻ്റെ നമുക്ക് സെമി കോർട്ട്യാർഡിലും അതൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റാണ്. ഇപ്പോൾ ഇതാ കണ്ട ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പ്ലാന്റുകളും ഇന്ന് മംഗലാപുരത്തോട്ടാണ് ലോഡ് ചെയ്യുന്നത്, മാംഗ്ലൂർക്കാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സുകളെല്ലാം പോകുന്നത്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, ഹെവി സൈസ് പ്ലുമേരിയ, അതേപോലെ മൾട്ടി ഹെഡ്, അങ്ങനെ തുടങ്ങി വൈൽഡ് പ്ലാന്റ്സ്. ഈ കാണുന്ന പ്ലാന്റ്സിൽ ഒരുവിധം ഇന്ന് നമ്മൾ മാംഗ്ലൂർക്ക് ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മിനിമം 10,000 റുപ്പീസിൻ്റെ പ്ലാൻസ് എടുക്കും. നമുക്ക് ഓൾ കേരള ഹോം ഡെലിവറി ഉണ്ട്. കൂടാതെ തന്നെ 2,500 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഹൈവേ ഡെലിവറി ഉണ്ട്, നാഷണൽ ഹൈവേ ഡെലിവറിയും കൂടി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വരിക, നിങ്ങൾ മാക്സിമം പ്ലാൻസുകൾ കാണാം. നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ പ്ലാൻസ് വേണോ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. ഒരുപാട് വെറൈറ്റീസ് നമ്മളതിൽ. അതേപോലെ ഷ്രബ്സ് വേണോ നിങ്ങൾക്ക്, ചെറിയ പ്ലാൻസുകൾ, വലിയ പ്ലാൻസുകൾ, ഹെവി പ്ലാൻസുകൾ, ഏത് ടൈപ്പ് പ്ലാൻസ്, ഏത് ടൈപ്പ് ബാംബൂസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അത്രയധികം കളക്ഷൻസ് നമ്മുടെ നഴ്സറിയിലുണ്ട്. നിങ്ങൾ വരിക, തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് വന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ ഇങ്ങോട്ട്. ഇത് കണ്ട നമ്മുടെ പ്ലൂമേരിയയുടെ ഹെവി പ്ലാന്റ്സുകൾ ഇനി ചോദിച്ചിട്ട് ആരും എങ്ങോട്ടും പോകണ്ട, നേരെ ഇങ്ങോട്ട് പോരും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈസ് ഒന്ന് നിങ്ങൾ നോക്കുക. 30 കവർ സൈസിൻ്റെ സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. ഇത്രയും വലിയ പ്ലാന്റുകൾ, ഇത്രയും ബ്രാഞ്ച് ആയിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ നിങ്ങളുടെ
നിങ്ങളുടെ ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് ഇത്രയും സൈസുള്ള പ്ലൂമേരിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇതിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് റൂബ്ര ഉണ്ട്, റെഡ് കളറുണ്ട്, പുറകിൽ ഈ കാണുന്നതാണ് റെഡ് കളർ വരുന്നത്. ഇത് നമ്മുടെ അമേരിക്കൻ ഡോർഫ് വൈറ്റ് ആണ്. അപ്പോൾ ഹെവി പ്ലാന്റ്സുകളാണ്, ഒരുപാട് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി ബാമ്പു ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 4 വീഡിയോ മുന്നേ ഇതിനെ പറ്റി വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയത്. മാംഗ്ലൂർക്ക് നമ്മൾ ലോഡ് ചെയ്യാൻ പോവുകയാണ് ഈ പ്ലാന്റ്സ് എല്ലാം. ഇത് ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ തൈകൾ ഉടൻ തന്നെ നമ്മുടെ നഴ്സറിയിൽ വരുന്നുണ്ട്. നിങ്ങളെങ്ങും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ബാമ്പു ഇത്. നമ്മൾ എന്നും പറയുന്ന പോലെ 365 days ആണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇവിടെ വന്നെടുക്കുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ വന്നെടുക്കുന്ന ആളുകൾക്കാണ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം 10% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മുടെ നഴ്സറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ലഭിക്കും. ഹോൾസെയിലേഴ്സ് നമ്മളെ ലാൻഡ്സ്കേപ്പേഴ്സ് അതുപോലെ തന്നെ നഴ്സറിക്കാർക്കാണ് നമ്മൾ ഇവിടെ ഹോൾസെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, നമ്മുടെ ഹോൾസെയിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. കേരളത്തിൽ എവിടെയുള്ള നഴ്സറി ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്ലാന്റ് ഇവിടെ വന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡേ ടു ഡേ എല്ലാ പ്ലാൻസും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൈസും സൈസും വ്യക്തമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റേറ്റ് പറയുന്നത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയുന്നത് അതേ പ്രൈസ് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരുപാട് വൈൽഡ് കളക്ഷൻസ് പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരിക. നമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.